ഈ ഡോഗിനെ ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ദേഷ്യം വരുമ്പോ തല്ലോ വഴക്കുറയോ ഒന്നും ചെയ്യില്ല? ഇല്ലില്ല, അങ്ങനത്തെ ഒരിക്കലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചൂടാവും, ഒബ്വിയസ്ലി ചൂടാവും, മനസ്സിലാവും. ചൂടാവാനും പാടില്ലെന്ന്, കാരണം അവർക്ക് നമ്മളോടുള്ള ഒരു പേടി ആവാൻ പാടില്ല, ഇഷ്ടം കൊണ്ട് അനുസരിക്കണം. ഇപ്പൊ കമാൻഡ് ഒക്കെ ചെയ്ത റോളക്സിന്റെ കുറെ വീഡിയോസിലൊക്കെ ഉണ്ട്, ഹൈലി ട്രെയിൻഡാ, പുള്ളിക്ക് ലീഷൊന്നും ആവശ്യമില്ല. ഏത് ഡോഗ് വന്നാലും പോയാലും അഗ്രസീവായിട്ട് ഇങ്ങോട്ട് കടിക്കാൻ വന്നാലും ഞാൻ പറയാണ്ട് എൻ്റെ കാലിന്റെ ചൂട്ടിന്ന് മാറത്തില്ല. ലൈക്ക് ഹൈലി ട്രെയിൻഡ്. രണ്ട് ലിയോയും ട്രെയിൻഡാ, പക്ഷെ ലിയോ ഒരു ഇച്ചിരി ഒന്ന് പുറത്തോട്ട് മാറണം എന്നൊരു ആഗ്രഹമുള്ളവരാണ്. അപ്പൊ റോളക്സ് ഈസ് ഹൈലി ട്രെയിൻഡ്. അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ഒരു ധൈര്യമില്ലേ നിങ്ങളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല്? ചുറ്റും എന്നെ ഒരാളും തൊടില്ല, ഇവരുണ്ട് എനിക്ക് എന്ന രീതിയിലൊരു ധൈര്യം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യാറുണ്ടോ? ഈ 3 എണ്ണം ഉണ്ട്. അത് 2-3 രീതിയുണ്ട്. അത് കിടക്കാൻ നേരത്ത് ഒരു രീതിയാണ്, കാരണം 3 പേര് 3 പൊസിഷനിലാണ്. അതായത് റോളക്സ് കിടക്കുന്നത് എൻ്റെ കാലിൻ്റെ അവിടെയാ, അത് ഡോറിനോട് ഫേസ് ചെയ്തിട്ടാ. ലിയോ കിടക്കുന്നത് കാലിൻ്റെ ഈ റൈറ്റ് സൈഡിൽ, എൻ്റെ കാലിൻ്റെ തൈസിൽ അവർക്ക് തല വെക്കാറ്. അതൊരു പ്രൊട്ടക്റ്റീവ് മോഡാ. അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഓക്കെയാണ്. ചെറുതിന് പിന്നെ കണക്കാ, തലയുടെ അവിടെ കിടക്കും, ഇപ്പുറത്തും കിടക്കും, മാറി 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 മറിഞ്ഞൊക്കെ കിടക്കും. അവനായി വരുന്നേ ഉള്ളൂ ഒരു ഗാർഡിങ് എന്താന്നുള്ളത്. തൊടത്തില്ല. അതല്ല, നമ്മൾ ഈ വണ്ടികളൊക്കെ സേഫ് ആക്കി വെക്കണമെങ്കിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ കയറുമ്പോൾ ഈ ചെയ്യില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പറയാതെ കടിക്കത്തില്ല ആര് കയറി വന്നാലും. സ്റ്റിൽ എനിക്ക് ധൈര്യമാണ്. അതെ അതെ. ആ ധൈര്യത്തിന് പുറത്ത് ഇപ്പൊ ഡോഗിനെ കൊണ്ട് ട്രാവൽ ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്? കാരണം അവർക്ക് വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി ആദ്യം ഞാൻ സോർട്ട് ചെയ്തു. ഞാൻ വണ്ടികൾ എനിക്ക് ഇഷ്ടമാണ്, കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ചെയ്തു. അപ്പൊ ഇവർക്ക് ട്രാവൽ ചെയ്യാൻ മാത്രം ഒരു വണ്ടിയില്ല. അങ്ങനെയാണ് ഞാനൊരു പാട്രോൾ വാങ്ങുന്നത്, ഒരു നിസാന്റെ ഒരു വണ്ടി. അത് വാങ്ങിച്ച് ഞങ്ങളത് സെറ്റപ്പ് ചെയ്ത് ഇവർക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് ഞങ്ങളത് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കയറ്റി. അതിൽ റീസ്റ്റോറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ കൊണ്ടുപോയ വണ്ടി ഇപ്പോൾ ഞങ്ങൾ ഫുള്ളി സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വണ്ടിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വാൻ വാങ്ങിച്ചു, ഒരു മഞ്ഞ വോക്സ് വാഗൻ, പഴയൊരു, അതൊരു എല്ലാവരും ഒരു ബക്കറ്റ് ലിസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു റെന്റിന് ചോദിച്ചതാണ്. ഞാൻ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു ടീമിനോട് റെന്റ് ചോദിച്ചു. അവരെന്തുവാ ഇൻഷുറൻസോ സംതിങ് അവർക്ക് തരാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. ദൂരം പോകാൻ പറ്റത്തില്ല, അതായിരുന്നു പ്രശ്നമായ. അത്ര ദൂരം ട്രാവൽ ചെയ്യിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ റെന്റ് വേണ്ട, നമുക്ക് വാങ്ങാം. നേരെ പോയി. അപ്പം കിട്ടണമായിരുന്നു എനിക്ക്, പക്ഷെ ആ വണ്ടി ഞാൻ 3 വട്ടം ഉപയോഗിച്ചുള്ളൂ. ഇല്ലില്ല, അത് വീട്ടിൽ കിടപ്പുണ്ട്. പക്ഷെ കെയർ ചെയ്യും, വണ്ടി നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊരു 2 ട്രിപ്പ് അതിൽ പോയി. അത് നല്ല രസമാണ്, ബെഡൊക്കെ വിരിച്ച് അവർക്ക് കംഫർട്ടബിളാണ്. അവർക്ക് കംഫർട്ടബിൾ കാര്യമില്ല. അപ്പോഴും റോളക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ അവൻ വന്നിങ്ങനെ തല പൊക്കിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, അവൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തില്ല. പക്ഷെ പാട്രോൾ ആയിരുന്നെങ്കിൽ ബാക്കിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്നോളൂ. ഇതെന്ന് പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് നമ്മളൊന്നും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വാനിൽ നിന്ന് ഇവന്മാരെല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് ബ്രേക്കിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ട്, വളരെ സ്ലോ ആക്കി കാമാക്കി ചെയ്യുന്ന ഒരു രീതി. ഇവരെ കൊണ്ട് എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഒരുവിധപ്പെട്ട എല്ലായിടത്തും പോയിട്ടുണ്ട്. യൂറോപ്പിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കാരണം ഇവര് ബാൻഡാ 2 പേര്. ലിയാപ്പിയൊക്കെ എന്തിനാ ജർമ്മനി ബാൻ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. ലിയാപ്പിയുടെ ബ്രീഡ് ജർമ്മനിൽ ബാൻഡ്. അവൻ പിറ്റ്ബുളിന്റെ ഒരു വിഭാഗമാണ്. പിറ്റ്ബുൾ അല്ല ശരിക്കും, അത് സ്റ്റാഫി എന്ന് പറഞ്ഞ സ്റ്റാഫോഷയർ ബുൾ ടെറിയർന്ന്. അപ്പൊ ഈ ബുള്ളി ബ്രീഡ് ആയതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ബാൻഡാ. UK ബാനൊന്നുമില്ല, ജർമ്മനിയിലൊക്കെ ബാൻഡ്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോരുത്തന്മാർ ബാൻഡായിരിക്കും. അപ്പൊ എവിടെ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരുമിച്ച് എല്ലാവരും കൊണ്ടുപോകത്തില്ല, സിംഗിൾ പാക്കേജാ. കൊണ്ടുവന്നു ഒരുമിച്ച്, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നില്ല, ഞാൻ വീട്ടിൽ ഇരുന്നോളാം, അത്രേ ഉള്ളൂ. ഞങ്ങൾ UK എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്.